ഇവിടെ ഒരു മോങ്ക് കണ്ണു കാണാത്ത ഒരാളുടെ ബോഡിയിൽ മന്ത്രങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. കാരണം ആ മന്ത്രങ്ങൾ കാരണം പ്രേതങ്ങളുടെ കണ്ണിൽ നിന്ന് അവനെ മറയ്ക്കാൻ കഴിയും. ആക്ച്വലി ഹയോച്ചി ഒരു വലിയ മ്യൂസിക് ആർട്ടിസ്റ്റ് ആണ്. ഒരു ദിവസം അവൻ ഷാവലിൻ ടെമ്പിളിൽ തനിച്ചിരിക്കുമ്പോൾ ഒരു സാമുറായി അവനെ അന്വേഷിച്ചു വരുന്നു. തന്റെ കൊട്ടാരത്തിലെ സഭയിൽ മ്യൂസിക് പ്ലേ ചെയ്യാൻ അദ്ദേഹം അവനെ വിളിക്കുന്നു. ഹയോച്ചി അദ്ദേഹത്തിന്റെ ഒപ്പം പോകുന്നു. അദ്ദേഹം അവനെ സ്ട്രേഞ്ച് ആയ ഒരു കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ആ സ്ഥലം വളരെ വ്യത്യസ്തമായിരിക്കുന്നു. പക്ഷെ കണ്ണു കാണാത്ത ഹയോച്ചി തന്റെ പെർഫോമൻസ് പൂർത്തിയാക്കുന്നു. അതിനുശേഷം ആ സാമുറായി ഓരോ ദിവസവും അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നതിനായി ടെമ്പിളിലേക്ക് വരുന്നു. അപ്പോൾ ഓരോ രാത്രിയും അവൻ മിസ്സാവുന്നത് ശ്രദ്ധിച്ച മോങ്ക് അവൻ എവിടെ പോകുന്നതാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഹയോച്ചി അദ്ദേഹത്തോട് കള്ളം പറയുന്നു. പക്ഷെ ഒരു ദിവസം ഭയങ്കരമായ കാറ്റും മഴയും വന്നപ്പോൾ ഹയോച്ചിയെ അന്വേഷിക്കുന്നതിനായി മോങ്ക് ആളെ വിടുന്നു. അവർ ഹയോച്ചിയെ കണ്ടെത്തുന്നു. നോക്കുമ്പോൾ ആ സ്ഥലത്ത് കല്ലറകളല്ലാതെ മറ്റൊന്നുമില്ല. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് ആ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു പോയിരുന്നു. മാത്രമല്ല ഒരു ദിവസം കൂടി ഹയോച്ചി അവിടെ പോയിരുന്നെങ്കിൽ അവനും അവരിൽ ഒരാളായി മാറുമായിരുന്നു. സോ മോങ്ക് അവനെ രക്ഷിക്കുന്നതിനായി അവന്റെ ബോഡിയിൽ മന്ത്രങ്ങൾ എഴുതുന്നു. പക്ഷെ അദ്ദേഹം അവന്റെ കാതുകളിൽ എഴുതാൻ മറക്കുന്നു. അന്ന് രാത്രി സാമുറായി അവനെ അന്വേഷിച്ചു വരുമ്പോൾ അവന്റെ കാതുകൾ മാത്രം അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നു. അദ്ദേഹത്തിന് തന്നെ കാണാനാവില്ലല്ലോ എന്ന ധൈര്യത്തിൽ അവൻ സാമുറായി ചോദിക്കുന്നതിന് റിപ്ലൈ ചെയ്യുന്നില്ല. ഉടനെ അദ്ദേഹം അവന്റെ കാതുകൾ പറിച്ചെടുക്കുന്നു.